ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. കർഷകരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് കിസാൻ സമ്മാൻ നിധി നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു പ്രധാനമന്ത്രി അസമിൽ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാകുന്ന എല്ലാ നീക്കങ്ങളും സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പെട്രോൾ ഡീസൽ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമെന്ന് കേന്ദ്ര സർക്കാർ. LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 85%-ലേറെ പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ചെറുകിട കർഷകർക്ക് സാമൂഹിക സുരക്ഷയുടെ പ്രധാന ഉറവിടമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 9,32,00,000-ലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,640 കോടി രൂപയാണ് ഇതിലൂടെ കൈമാറിയത്. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. PM किसान सम्मान निधि के तहत 18,000 करोड़ रुपए से अधिक की राशि हमारे करोड़ों अन्नदाताओं के खातों में भेजी गई है. ये योजना वाकई अद्भुत है. एक क्लिक से करोड़ों किसानों के बैंक खाते में सीधे पैसा जमा होता है. दुनिया के विकसित देशों में भी ऐसा संभव नहीं है. കോക്രജാറിൽ നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. ബോഡോ മേഖല വളർച്ചയുടെയും സ്ഥിരതയുടെയും ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചതായി പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. 3 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത്. സിൽച്ചാറിൽ 24,205 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. തുടർന്ന് പശ്ചിമബംഗാളിലെത്തുന്ന അദ്ദേഹം കൊൽക്കത്തയിൽ 18,680 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി. 2,81,000 രൂപയുടെ ഉപധനാഭ്യർത്ഥനകളാണ് പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നത്. വളപ്രയോഗം, ഭക്ഷ്യവിളകളിലെ ഇളവുകൾ, പ്രതിരോധ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സർക്കാരിന്റെ ധനാഭ്യർത്ഥന. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷ, സാമ്പത്തിക താൽപര്യങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയായ എല്ലാ നീക്കങ്ങളും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു. വോക്കൽ ഫോർ ലോക്കൽ, ആത്മനിർഭർ ഭാരത് എന്നിവയിലൂടെ രാജ്യത്തിന്റെ കൈത്തറി മേഖലയെ ശാക്തീകരിക്കാനായതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. നെയ്ത്തുകാരുടെ കഠിനാധ്വാനവും സംഭാവനകളും രാജ്യമെന്നും വിലമതിക്കുന്നുവെന്നതിന്റെ തെളിവാണ് കൈത്തറി മേഖലയിലെ പുരോഗതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോകത്തിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 95% ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും തൊഴിലാളികളിൽ 70% സ്ത്രീകളാണെന്നും ശ്രീ സിംഗ് രാജ്യസഭയിൽ വ്യക്തമാക്കി. പ്രസാർ ഭാരതിയുടെ ഉള്ളടക്കത്തിന്മേലുള്ള പകർപ്പവകാശം പ്രസാർ ഭാരതിക്ക് മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ. മാധ്യമ സ്ഥാപനങ്ങൾ പകർപ്പവകാശം ലംഘിച്ച കേസുകളൊന്നും അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യസഭയിൽ ഇന്ന് വിവിധ വിഷയങ്ങളിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. കോലാപുരി ലെതർ ക്രാഫ്റ്റ് സംരക്ഷണവും ഉപജീവനവും ബിൽ 2026, കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള കൃഷിയും കർഷക സംരക്ഷണവും ബിൽ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. എണ്ണവിലയിലെ വർധനവ് ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശേഷിയുള്ള ദീർഘകാല യുദ്ധമായി മാറിയേക്കാമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങളുടെ പക്കലാണെന്നും അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള സാമ്പത്തിക അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സൌദി അറേബ്യ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ തടസ്സരഹിത ഊർജ്ജ വിതരണത്തിന്റെ ആവശ്യകത ആവർത്തിച്ച് ഇന്ത്യ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതായും ഇറാൻ ഉൾപ്പെടെയുള്ള മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതായി അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആവർത്തിച്ചു. ഇന്ത്യക്കാരുടെ സഹായത്തിനായി ആരംഭിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൺട്രോൾ റൂമിൽ ഇതുവരെ 900 ഫോൺ കോളുകളും 200 ഇമെയിലുകളും ലഭിച്ചതായും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 170 ഇന്ത്യക്കാർ ഇറാനിൽ നിന്ന് അർമേനിയയിലേക്ക് കരമാർഗം അതിർത്തി കടന്നതായും അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറായി ഇന്ത്യൻ പതാക വഹിച്ച 24 കപ്പലുകളും കിഴക്കായി 3 കപ്പലുകളുമുണ്ടെന്ന് പോർട്ട് ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് സിൻഹ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പെട്രോൾ ഡീസൽ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും അവർ പറഞ്ഞു. വാഹനങ്ങൾക്കുള്ള ആഭ്യന്തര PNG, CNG എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കുമെന്നും അവർ വ്യക്തമാക്കി. नेचुरल गैस ऑर्डर 9 मार्च 2026 को जो इशू हुआ था उसमें कई सेक्टर्स को प्रायोरिटाइज किया गया है और उसी ऑर्डर के क्रम में PNG डोमेस्टिक सप्लाई और CNG को बिना किसी कट के PNG सप्लाई इंश्योर की जा रही है. भारत सरकार का ये प्रयत्न है कि जिनको अभी LPG सप्लाई की वजह से जो दिक्कत का सामना करना पड़ रहा है उन सभी उपभोक्ताओं से हमारी अपील है कि वो भी लोकल एरिया के CGD नेटवर्क से बात करें और PNG कनेक्शन लें. ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG തടസ്സം കൂടാതെ വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് LPG ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ശ്രീമതി ശർമ്മ പറഞ്ഞു. പാചകവാതക വിതരണം സംബന്ധിച്ച തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും പരിഭ്രാന്തരാകരുതെന്നും അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചതായും അവർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85%-ലേറെ പോളിംഗ് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഖേൽക്കർ. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരളം 13-മതും ഈസ്റ്റ് ബംഗാൾ 5-മതുമാണ്. നാളെ വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് കിസാൻ സമ്മാൻ നിധി നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു പ്രധാനമന്ത്രി അസമിൽ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാകുന്ന എല്ലാ നീക്കങ്ങളും സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പെട്രോൾ ഡീസൽ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമെന്ന് കേന്ദ്ര സർക്കാർ. LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 85%-ലേറെ പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ.
ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.